ഹായ് സൂര്യനായകനായ തമിഴ് ചിത്രം കറുപ്പ് തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. RJ ബാലാജിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയിലെ വില്ലൻ കഥാപാത്രവും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച റിലീസാവേണ്ട സിനിമ ചില പ്രശ്നങ്ങൾ കാരണം ഇന്നലെയാണ് റിലീസായത്. എന്നിട്ടും സിനിമയ്ക്ക് വമ്പൻ കളക്ഷൻ നേടിയെടുക്കാനായി കേരളത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് വരുന്നത് എങ്കിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഗംഭീര റിപ്പോർട്ടാണ് സിനിമയെക്കുറിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഗംഭീര കളക്ഷൻ സിനിമ നേടിയെടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു ബുക്ക് മൈ ഷോയിലൂടെ വൻ നേട്ടം സിനിമ കൊയ്യുന്നത്. മണിക്കൂറിൽ 30,000-ൽ കൂടുതൽ ടിക്കറ്റുകൾ ഈ സിനിമ ബുക്ക് മൈ ഷോയിലൂടെ വിൽക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ പല മണിക്കൂറിലും 40,000-വും കടന്ന് മുന്നോട്ട് പോകുന്നതും കണ്ടു. ഇന്നും ബുക്കിങ്ങിൽ ഒരു കുറവുമില്ല. ഗംഭീര ബുക്കിംഗ് ആണ് ഇന്നും ബുക്ക് മൈ ഷോയിൽ. 30,000-ന് മേലെയുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ രാവിലെയെല്ലാം വിറ്റിരുന്നത്. ഇപ്പോഴും 25,000-ൽ കൂടുതൽ ടിക്കറ്റുകൾ മണിക്കൂറിൽ വിൽക്കുന്നുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് 135 കോടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതായത് വലിയ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് 70 കോടിക്കാണ്. ഈ സിനിമ ഫസ്റ്റ് തമിഴ്നാട്ടിൽ നിന്നും 12,77,00,000 രൂപ എന്ന വലിയ നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് തമിഴ്നാട്ടിൽ നിന്നും മാത്രം 12,77,00,000. ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇവിടങ്ങളിൽ നിന്ന് 3,16,00,000. കേരളത്തിൽ 1,81,00,000. കർണാടകയിൽ 2,18,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 25,00,000. ഓവർസീസിൽ നിന്ന് 6,75,00,000 ഈ സിനിമ നേടിയെടുത്തു. ടോട്ടൽ ഫസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ 26,92,00,000 രൂപ. തീർച്ചയായും വലിയൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. 25 കോടി കടന്നിരിക്കുന്നു. ഇന്നും കളക്ഷന് ഒരു കുറവും ഉണ്ടാവില്ല. ഗംഭീര കളക്ഷനാണ് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമ വലിയ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. അതുപോലെ ബേസിൽ, ടോവിനോ, വിനീത് ശ്രീനിവാസൻ ഇവർ 3 പേരും ഒന്നിച്ച അതിരടി എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രീമിയർ ഷോ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 6,05,00,000 നേടിയ സിനിമ 2ാം ദിവസവും 4 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് ട്രാക്കർമാർ പുറത്തുവിടുന്ന വാർത്ത. അങ്ങനെയെങ്കിൽ 2 ദിവസം കൊണ്ട് സിനിമ 10 കോടി കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിക്ക് മുകളിൽ സിനിമ ഫസ്റ്റ് നേടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൂട്ടുന്നത്. അതായത് കേരളം ഉൾപ്പെടെയുള്ള കളക്ഷനാണ്. 10 കോടിക്ക് മുകളിൽ ഫസ്റ്റ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2ാം ദിവസവും സമാനമായിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷൻ 20 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 9,000-ൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട്. എന്തായാലും ഇന്നും നാളെയും നല്ല കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക്. അത് കഴിഞ്ഞ് എന്താവും എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും സിനിമ 50 കോടി ക്ലബിൽ അടുത്ത് തന്നെ എത്തും എന്നുള്ളത് ഉറപ്പാണ്. അത് വലിയ കളക്ഷനിലേക്ക് പോകുമോ എന്ന് കണ്ടു തന്നെ അറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.